നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. മൂന്നാർ ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകിയ ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എംപ്ലോയ്മെന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകിയാണ് ശ്രീറാമിനെ മാറ്റിയത്. മൂന്നാർ കേസിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായ ഉത്തരവ് വന്ന ഉടനെയാണ് ശ്രീറാമിനെ മാറ്റിയത്. മാറ്റം സ്വാഭാവികമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. 2013 ബാച്ച് IAS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയാണ് ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. 4 വർഷം സർവീസ് പൂർത്തിയായവർക്ക് സ്ഥാനക്കയറ്റം നൽകേണ്ട അജണ്ട ചീഫ് സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു. ഈ അജണ്ടയ്ക്ക് അംഗീകാരം നൽകിയ മന്ത്രിസഭായോഗം ശ്രീറാം വെങ്കിട്ടരാമനെ എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് ഡയറക്ടറാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതേ ബാച്ചുകാരനായ പെരിന്തൽമണ്ണ സബ് കളക്ടർ ജാഫർ മാലിക്കിനെ ടൂറിസം അഡീഷണൽ ഡയറക്ടറാക്കാനും തീരുമാനിച്ചു. മാനന്തവാടി സബ് കളക്ടർ പ്രേംകുമാറാണ് പുതിയ ദേവികുളം സബ് കളക്ടർ. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വൻ വിവാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ മാറ്റം. മുഖ്യമന്ത്രിയുടെ നിലപാടിന് തിരിച്ചടിയായി റവന്യൂ വകുപ്പിന്റെ നിലപാട് അംഗീകരിച്ച് കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെയുള്ള മാറ്റം രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്തു. മന്ത്രി MM മണി ഉൾപ്പെടെയുള്ള ഇടുക്കിയിലെ CPM നേതൃത്വവും മൂന്നാറിലെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വവും ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റണമെന്ന നിലപാടിലായിരുന്നു. എന്നാൽ സ്ഥാനക്കയറ്റം എന്നത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സ്ഥാനക്കയറ്റം ലഭിച്ചാൽ സബ് കളക്ടറായി തുടരാനാവില്ല. വിവാദങ്ങളുമായി ഇപ്പോഴത്തെ മാറ്റത്തിന് ബന്ധമില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ശ്രീറാം വെങ്കിട്ടരാമന്റെ സ്ഥലം മാറ്റം സ്വാഭാവിക ഭരണപരമായ നടപടിയാണെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. 2013 ബാച്ചിൽപ്പെട്ട ആരും ഇപ്പോൾ സബ് കളക്ടറായി തുടരുന്നില്ല. സ്ഥലം മാറ്റത്തിന്റെ സമയം മാധ്യമങ്ങളല്ല തീരുമാനിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയത് സാധാരണ ഭരണപരമായ നടപടിയാണെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ പറഞ്ഞു. 2013 ബാച്ചുകാർ ആരും സബ് കളക്ടർ പദവിയിൽ തുടരുന്നില്ല. എല്ലാ കാലത്തും അതേ പോസ്റ്റിലിരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. ശ്രീറാം വെങ്കിട്ടരാമൻ 2013 IAS ബാച്ചാണ്. അദ്ദേഹം അസിസ്റ്റന്റ് കളക്ടറും സബ് കളക്ടറുമായി ഇപ്പോൾ 4 വർഷമായി. എല്ലാ കാലത്തും ഒരേ പോസ്റ്റിലിരിക്കാൻ ആർക്കും കഴിയില്ല. സ്വാഭാവികമായി അവിടുന്ന് മാറേണ്ടി വരും. അതിൻ്റെ ഭാഗമായുള്ള ഒരു മാറ്റമാണ്. ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിൽ വിമർശിച്ച് കാനം രാജേന്ദ്രൻ അഭിപ്രായം പറയുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സെക്രട്ടറി ആരെയും മാറ്റുന്നതിനെയും മാറ്റാതിരിക്കുന്നതിനെയും കുറിച്ച് അഭിപ്രായം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ ഭരണപരമായ നടപടിയാണ്. ട്രാൻസ്ഫറിന്റെ സമയം നിശ്ചയിക്കേണ്ടത് മാധ്യമങ്ങളല്ല. മാറ്റുമ്പോൾ അതേ വകുപ്പിൽ തന്നെ നിയമിക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരിടത്ത് ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ധരിക്കരുത്. LDFന്റെ നയമാണ് ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത്. പുതിയ ഉദ്യോഗസ്ഥൻ ചാർജ് എടുത്താലും ഇതേ നയം തുടരുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഇബ്രാഹിം കുട്ടി കല്ലാർ DCC പ്രസിഡന്റ്, ഒപ്പം തന്നെ S രാജേന്ദ്രൻ MLA, CR നീലകണ്ഠൻ, KK ശിവരാമൻ, AK മണി, VV ജോർജ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ VV ജോർജ്. ഈ VV ജോർജിൻ്റെ 22 സെന്റ് ഭൂമിയാണ് ഇപ്പോൾ ഒഴിപ്പിക്കാൻ സബ് കളക്ടർ നോട്ടീസ് നൽകിയത്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശ്രീ VV ജോർജ്, വലിയ സമ്മർദ്ദമാണ് താങ്കൾക്ക് വേണ്ടി ആ പ്രദേശത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം മുഖ്യമന്ത്രിയിൽ ചെലുത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ സർവകക്ഷി യോഗവും വിളിച്ചതായി ചിലരെങ്കിലും, ഏറ്റവും കുറഞ്ഞത് CPI-ക്കാരെങ്കിലും പറയുന്നത്. നിങ്ങളെപ്പോലുള്ളവരുടെ ആവശ്യപ്രകാരമാണോ ഇപ്പോൾ സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയത്? ഒരിക്കലുമല്ല. എനിക്ക് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ നേതാക്കളും എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചായിട്ടൊരു ആവശ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ടുമില്ല. അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യവുമില്ല. നിങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ, മൂന്നാറിലെ സ്ഥലങ്ങളുടെ ഒരു ചരിത്രം അറിയാത്തതുകൊണ്ടും അതിൻ്റെ പ്രത്യേകതകൾ അറിയാത്തതുകൊണ്ടാണ്. മൂന്നാറിലെ സകല സ്ഥലങ്ങളും കുത്തവപ്പാട്ട ഭൂമിയിൽ തന്നെയാണ്. പ്രധാനമായിട്ടും ടാറ്റയുടെ കുത്തവപ്പാട്ടത്തിലാണ്, സർക്കാർ കൊടുത്തിരിക്കുന്ന കുത്തവപ്പാട്ടത്തിലാണ് ടാറ്റ കമ്പനിയും KDHP കമ്പനി, ഇപ്പോഴുള്ള KDH കമ്പനിയും പ്രവർത്തിക്കുന്നത്. അവരിൽ നിന്നും ലൈസൻസ് മേടിച്ചിട്ടുള്ള കച്ചവടക്കാരും അതുപോലെ താമസക്കാരുമാണ് ബഹുഭൂരിപക്ഷവും മൂന്നാറിലുള്ളത്. ഈ കാര്യത്തിൽ സർക്കാരിന്റെ കുത്തവപ്പാട്ടത്തിലിരിക്കുന്ന 22 സെന്റ് സ്ഥലവും കമ്പനിയുടെ കുത്തവപ്പാട്ടത്തിലിരിക്കുന്ന 3.5 സെന്റ് സ്ഥലവുമാണ് എൻ്റെ കൈവശത്തിലുള്ളത്. എനിക്ക് 2005 എനിക്ക് തന്നതായിരിക്കുന്ന ആള് എൻ്റെ പേരിലേക്ക് ലൈസൻസ് മാറാനും എൻ്റെ പേരിലേക്ക് സ്ഥലം മാറ്റി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് കമ്പനിക്കും കത്തുകൾ കൊടുത്തിരുന്നതിന് തെളിവുകൾ ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിക്കും കൊടുത്തിട്ടുണ്ട്. ശ്രീ VV ജോർജ്, ഇതൊന്നും പക്ഷേ ഹൈക്കോടതി പോലും അംഗീകരിച്ച കാര്യമല്ല. താങ്കൾക്ക് പാലാ സ്വദേശി മൈക്കിളിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച ഭൂമി അത്
അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്, കുത്തകപ്പാട്ട കാലാവധി കഴിഞ്ഞതാണ് എന്ന് സർക്കാർ രേഖകൾ പരിശോധിച്ച ശേഷം വിലയിരുത്തുകയും അത് വില്ലേജ് ഓഫീസിന് വേണ്ടി ആവശ്യമായ ഭൂമിയാണ് എന്ന് കണ്ടെത്തുകയും അങ്ങനെ ഒഴിയണമെന്നാണ് താങ്കളോട് ആവശ്യപ്പെടുകയും ചെയ്തത്. എൻ്റെ വിഷയം അതല്ല, അതിൻ്റെ മെറിറ്റ് അല്ല. ഈ 22 സെൻറ്റ് ഭൂമിയുടെ വിഷയം വന്നപ്പോഴാണ് ജില്ലാ കലക്ടർ ചെറുകിടക്കാരെ കൂടി പിടിക്കാൻ പോകുന്നു, ജില്ലാ ഡെപ്യൂട്ടി കലക്ടർ സബ് കലക്ടർ ചെറുകിടക്കാരെ കൂടി പിടിക്കാൻ പോകുന്നു, ഈ പണി അവസാനിപ്പിക്കണം, അതിനുവേണ്ടി സബ് കലക്ടർക്ക് നിർദ്ദേശം നൽകണം. അങ്ങനെയാണ് റവന്യൂ മന്ത്രിയോട് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിക്കാൻ പറഞ്ഞത്. റവന്യൂ മന്ത്രി അതിന് കൂട്ടാക്കിയില്ല. ഉടനെ മുഖ്യമന്ത്രി തന്നെ റവന്യൂ സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നു. റവന്യൂ സെക്രട്ടറി യോഗം വിളിക്കുന്നു. അതിൽ റവന്യൂ മന്ത്രി പങ്കെടുക്കുന്നില്ല. അവിടെ സ്വാഭാവികമായും ഹൈക്കോടതിയിൽ കേസ് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. ഹൈക്കോടതി തീരുമാനപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന തീരുമാനമെടുത്തു. ഹൈക്കോടതി തീരുമാനമുണ്ടായി. ഇപ്പോൾ ഇതേ പ്രശ്നം, ഈ കുത്തകപ്പാട്ട പ്രശ്നം മറ്റ് 113 പേർക്ക് കൂടി ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇനി ശ്രീറാം വെങ്കിട്ടരാമൻ ഉണ്ടാകേണ്ടതില്ല എന്നൊരു തീരുമാനം ഇപ്പോൾ ഭരണതലത്തിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അക്കാര്യത്തിലുണ്ടായ തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഈ സബ് കളക്ടറുടേതെന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് സാങ്കേതികമായി ശരി. എന്നാൽ ഈ 112 പേരും നിങ്ങൾ പറയുന്ന ഒരു പാവപ്പെട്ടവരോ ഒന്നുമല്ല. മൂന്നാറിലെ പല പല സ്ഥാപനങ്ങളാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് കൈ കൊടുത്ത ആരും കുത്തകപ്പാട്ടം പുതുക്കിയിട്ടില്ല. ഈ പറയുന്ന 22 സെന്റിലല്ല. വിവരാവകാശ നിയമപ്രകാരം എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന രേഖകൾ പ്രകാരം ഒരു കുത്തകപ്പാട്ടം പോലും 2000-ന് ശേഷം കരമടച്ചിട്ടില്ല. ഒരു കുത്തകപ്പാട്ടം കമ്പനിക്കുണ്ട്, കുത്തകപ്പാട്ടം മറ്റുള്ള സ്ഥാപനങ്ങൾക്കുണ്ട് കുത്തകപ്പാട്ടം. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ കെ ശിവരാമൻ, എന്തൊരു അത്ഭുതമാണ് നടക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ താങ്കളെ ടെലിഫോണിൽ വിളിക്കുന്നു. താങ്കൾ പറയുന്നു സബ് കളക്ടറെ മാറ്റിയത് ശരിയായ നടപടിയല്ല, ഈ സമയത്ത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. പക്ഷേ റവന്യൂ മന്ത്രി കാരണം അറിഞ്ഞിരിക്കുന്നു. റവന്യൂ മന്ത്രി പറഞ്ഞത് എന്താണെന്ന് താങ്കൾ കേട്ടുവാണല്ലോ, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നിങ്ങളെ വെട്ടിയിട്ടാണോ റവന്യൂ മന്ത്രി ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞത്? നിങ്ങളെ ഇളിഭ്യരാക്കിക്കൊണ്ടാണോ ഈ നിലപാട് പറഞ്ഞത്? ഇല്ല, റവന്യൂ മന്ത്രി പറഞ്ഞത് അദ്ദേഹം കൂടി അംഗമായ ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്. പറഞ്ഞോളൂ കേൾക്കാം. ആ തീരുമാനത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് CPIയുടെ നിലപാടാണ്. ഇവിടെ സബ് കളക്ടറെ മാറ്റാനുള്ള അവകാശം ഗവൺമെന്റിനുള്ളതാണ്. ആ അവകാശത്തൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. CPIയുടെ നിലപാടും ഗവൺമെന്റിന്റെ നിലപാടും എങ്ങനെയാണ് രണ്ടാകുന്നത് ശ്രീ ശിവരാമൻ? അല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. സബ് കളക്ടറെ മാറ്റിയ സന്ദർഭത്തെ കുറിച്ചാണ് എനിക്ക് വിമർശനമുള്ളത്. ഭരണപരമായ നടപടിയാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാറ്റിയെന്നുള്ളത്. ഇവിടെ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായത് ഇന്നലെയാണ്. 22 സെന്റ് കയ്യേറ്റ ഭൂമി തിരിച്ചെടുക്കാനുള്ള നടപടികളാണ് സർക്കാർ ആരംഭിച്ചത്. അത് ഒരു സുപ്രഭാതത്തിൽ നടപടിയല്ല. 2010 ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള അന്വേഷണം സബ് കളക്ടർ നടത്തിയത്. അത് കയ്യേറ്റമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒഴിപ്പിക്കൽ നോട്ടീസ് കൊടുത്തു. അങ്ങനെ ഒഴിപ്പിക്കൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത് കുത്തകപ്പാട്ട ഭൂമിയാണെന്നും കുത്തകപ്പാട്ടക്കാരെ ഗവൺമെന്റ് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും 113 കുത്തകപ്പാട്ടക്കാർ ഇവിടെ ഉണ്ടെന്നും നിവേദനം തയ്യാറാക്കി തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. അതിന്മേലാണ് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചത്. അതിനുശേഷം ഇന്നലെ ഹൈക്കോടതി, ജോർജ് തന്നെയാണ് ഹൈക്കോടതി പോയത്. ജോർജിന്റെ ഹർജി വിചാരണ ചെയ്ത ഹൈക്കോടതിയാണ് ഇത് സർക്കാർ ഭൂമിയാണ്, ഒഴിപ്പിക്കൽ നടപടിയുമായി ഗവൺമെന്റിന് മുമ്പോട്ട് പോകാം എന്ന് തീരുമാനത്തിൽ വിധിച്ചത്. ആ വിധി വന്നതിന്റെ പിറ്റേ ദിവസം സബ് കളക്ടറെ മാറ്റി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലേക്ക് വളരെ തെറ്റായ ഒരു സന്ദേശം നൽകും. അത് ഈ ഗവൺമെന്റിന് ഒട്ടും നല്ലതല്ല എന്നാണ് എന്റെ അഭിപ്രായം. ആ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചത്. പക്ഷെ ആ അഭിപ്രായം അല്ലല്ലോ റവന്യൂ മന്ത്രിക്കുള്ളത്. നമുക്ക് ആ കാര്യത്തിലൊരു താങ്കളുടെ വിലയിരുത്തൽ കിട്ടതിന് ശേഷം ഈ കുത്തകപ്പാട്ട വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കാൻ തുടക്കത്തിൽ തന്നെ ശ്രമിച്ചത്, ഇത് റവന്യൂ മന്ത്രി ഈ തീരുമാനം വന്ന് ആദ്യം വിളിച്ചയാളാണ് ശ്രീ കെ ശിവരാമൻ താങ്കളെ. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനെയും വിളിക്കുന്നു. ഇ ചന്ദ്രശേഖരൻ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമാണ്. അദ്ദേഹം അതേക്കുറിച്ച് സ്റ്റഡീഡ് ആയിരിക്കും എന്ന കാര്യത്തിലൊന്നും ഞങ്ങൾക്കാർക്കും തർക്കമില്ല. പക്ഷേ എന്താണോ ഈ സബ് കളക്ടറെ മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ന്യായവാദം, അത് മുഴുവൻ പഠിച്ചു പറയുന്നത് പോലെ റവന്യൂ മന്ത്രി പറയുന്നു. എന്തുകൊണ്ട്? അക്കാര്യത്തിൽ
CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രന്റെ പ്രസ്താവന ആയിരിക്കാം ഒരുപക്ഷെ രാഷ്ട്രീയ ലോകം പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കഴിയാത്ത വിധത്തിൽ ഇത് ഭരണപരമായ നടപടിയാണ്, ഇതിൽ സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം പറയേണ്ടതില്ല എന്ന നിലയിൽ പോലും ഇ ചന്ദ്രശേഖരൻ എന്ന റവന്യൂ മന്ത്രി അഭിപ്രായം പറഞ്ഞതിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? ഇ ചന്ദ്രശേഖരൻ അഭിപ്രായം പറഞ്ഞത് ഇന്ന് ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തെക്കുറിച്ച്. ക്യാബിനറ്റിന്റെ ഒരു തീരുമാനത്തെ പരസ്യമായി ഏതെങ്കിലും മന്ത്രി വിമർശിച്ചതായി ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ വിമർശിച്ചാൽ ആ മന്ത്രി മന്ത്രിസഭയിൽ ഉണ്ടാവില്ലെന്നാണ് അർത്ഥം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളതല്ല പ്രശ്നം. ക്യാബിനറ്റ് അങ്ങനെ തീരുമാനിച്ചു. ആ തീരുമാനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചന്ദ്രശേഖരൻ മന്ത്രിസഭാ യോഗത്തിൽ എന്ത് പറഞ്ഞു എന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ പോയ ആൾക്കാണോ ഈ ക്യാബിനറ്റ് തീരുമാനത്തെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ കഴിയുക? പ്രതിഷേധമുണ്ടെങ്കിൽ പാർട്ടിയുടെ തീരുമാനം അതാണ് എങ്കിൽ അല്ല, അവിടെ മിണ്ടിയോ ഇല്ലയോ എന്ന കാര്യം നമുക്കറിയില്ലല്ലോ. ഞാൻ മിണ്ടിയോ മനസ്സിലായില്ല. ശ്രീ ശിവരാമൻ, മിണ്ടണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? സബ് കളക്ടറെ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും. കാരണം മൂന്നാറിൽ വലിയ തരത്തിൽ ഒഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുത്തകപ്പാട്ടത്തിലാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. കുത്തകപ്പാട്ടത്തിൽ കഴിഞ്ഞ സർവകക്ഷി യോഗത്തിലെ തീരുമാനം എന്താണെന്ന് ശ്രീ കെ ശിവരാമൻ അറിയാമല്ലോ. 113 കുത്തകപ്പാട്ടമുണ്ട്. അത് സർക്കാർ കൊടുത്തതുണ്ട്, ടാറ്റ കൊടുത്തതുണ്ട്. ഈ KDH വില്ലേജിലെ 113 പട്ടയങ്ങളും പതിച്ചു നൽകാൻ പോവുകയാണ് അടുത്ത ഘട്ടം പട്ടയ വിതരണത്തിലൂടെ. അപ്പോൾ ആ ഘട്ടത്തിൽ സബ് കളക്ടറെ മാറ്റാൻ പാടില്ല എന്ന താത്വികമായ നിലപാട് CPIM എടുത്തിട്ടുണ്ട് എങ്കിൽ സബ് കളക്ടറെ ഇപ്പോൾ മാറ്റുന്നത് ശരിയാണോ? കെ ശിവരാമനിലേക്ക് എത്താം. ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, ഇത് സ്വാഭാവികമായ ഭരണ നടപടിയാണ്. ഇക്കാര്യത്തിൽ മന്ത്രി തന്നെ പറയുന്നത് 2013 ബാച്ചിലെ ആരും ഇപ്പോൾ സബ് കളക്ടറായി തുടരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരാൾക്ക് തന്നെ ഇന്ന പദവിയിൽ ഇരിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് ഉദ്യോഗസ്ഥരെ നടപ്പാക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ തോന്നിയവാസമല്ല ഇത്. വേറൊരു സബ് കളക്ടർ വന്നാൽ ആ സബ് കളക്ടർ LDFൻ്റെ നയം നടപ്പിലാക്കും. ഇത് ഒരു IASകാരെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല, ഉദ്യോഗസ്ഥ വൃന്ദത്തെ ആകെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ശരിയായ കാര്യമല്ലേ? ഈ സബ് കളക്ടറെ മാറ്റിയ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനു മുമ്പ് CPMനോട് 2-3 ചോദ്യങ്ങളുണ്ട്. 28 ദിവസം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമന്റെ ഓഫീസിന് മുമ്പിൽ കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സമര നാടകം എന്തിനു വേണ്ടിയായിരുന്നു? ഇവിടെ കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഈ വിഷയത്തിൽ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി സംസാരിച്ച മുഖ്യമന്ത്രിയും ഇടതുമുന്നണി നേതാക്കന്മാരും ഇപ്പം എന്തുകൊണ്ട് കരണം മറിയുന്നു? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ചോദ്യങ്ങൾ. അതിന് മറുപടി പറയാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ കൂട്ടുത്തരവാദിത്വം തന്നെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന കൺസെപ്റ്റ് ഇടുക്കി ജില്ലയിൽ ഇല്ല എന്നുള്ള സമീപനമാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ശ്രീ കെ ശിവരാമൻ്റെ അഭിപ്രായം വേറൊന്നാണ്, പാർട്ടി മന്ത്രിയുടെ അഭിപ്രായം മറ്റൊന്നാണ്, അതേപോലെ തന്നെ വേറൊരു മന്ത്രിയുള്ളത് MM മണിയുടെ അഭിപ്രായം വേറൊന്നാണ്. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികളുമായി എങ്ങനെ ഒരു ഗവൺമെൻറ് മുമ്പോട്ട് പോകാൻ പറ്റും? ഇപ്പോൾ കാർഷിക മേഖലയുടെ വിഷയങ്ങൾ അത് വിവക്ഷിച്ചുകൊണ്ടാണ് ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റുന്നത് എന്നാണ് ചില CPM കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷക്കാലമായി അധികാരത്തിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കർഷക മേഖലയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം മലയോര കർഷകർക്ക് 10,000 പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉപാധിരഹിതമായ പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഗവൺമെൻറ് അവസാനം കൊടുത്ത പട്ടയങ്ങൾ 2200 പട്ടയങ്ങൾ മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായിട്ടുള്ള വിഷയത്തിൽ മാറിപ്പോകുന്നു. ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, ഞാനൊന്ന് ഇടപെടുകയാണ് ഈ സമയത്ത്. തുടരുക ദയവായി. CR നീലകണ്ഠൻ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ CR നീലകണ്ഠൻ, ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയത് ഈ ഘട്ടത്തിൽ എന്ത് അപകടമാണ് ചെയ്യുക എന്നാണ് താങ്കളുടെ നിഗമനം? ശ്രീ CR നീലകണ്ഠൻ. റൈറ്റ്, CR നീലകണ്ഠനും ടെലിഫോൺ ലൈനിൽ ഇപ്പോഴില്ല എന്നാണ് തോന്നുന്നത്. ശ്രീ കെ ശിവരാമൻ, ഇതെന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക? നമുക്ക് വീണ്ടും കുത്തകപ്പാട്ട വിഷയത്തിലേക്ക് വരാം.
കുത്തകപ്പാട്ട വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഇതാണ്. KDH വില്ലേജിൽ സർക്കാരും ടാറ്റയും കുത്തകപ്പാട്ടം കൊടുത്ത 113 പേരിൽ അർഹതയുള്ളവർക്ക് പട്ടയം നൽകാമെന്നാണ്. ഓൾറെഡി ഒരു തീരുമാനമുണ്ട്. 10 സെന്റും ചില്ലറയും ഒക്കെ തൽക്കാലം വിട്ടുകളയാവുന്നതാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടത്തുന്നുണ്ട് എങ്കിൽ, വീട് വെച്ച് താമസിക്കുന്നുണ്ട് എങ്കിൽ അതിനെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന്. ഇപ്പോൾ കുത്തകപ്പാട്ടത്തിൻ്റെ കാര്യത്തിൽ പട്ടയം നൽകാനും തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് അവിടുത്തെ റിസോർട്ട് ഉടമകളുടെ, അവിടുത്തെ ഭൂമാഫിയ എന്ന് വിളിക്കുന്നവരുടെ തീരുമാനം നടപ്പാക്കാൻ പോവുകയാണ് അടുത്ത 6 മാസത്തേക്ക്. ഈ പറയുന്ന 500-490 പട്ടയത്തിന് ശേഷമുള്ള അടുത്ത ഘട്ടം പട്ടയത്തിൽ എന്നുള്ളതല്ലേ നിങ്ങളും മനസ്സിലാക്കുന്നത്? ഇല്ല, ഞാനങ്ങനെ മനസ്സിലാക്കുന്നില്ല. കുത്തകപ്പാട്ടക്കാർക്ക് നിയമപരമായി സാധ്യതയുണ്ടെങ്കിൽ പട്ടയം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കുത്തകപ്പാട്ടം ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നതെന്നാണ് എന്റെ ധാരണ. ഇപ്പോൾ ഏലകൃഷിക്ക് വേണ്ടിയാണ് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുത്തകപ്പാട്ടം കൊടുത്തിരിക്കുന്നത്. ആ കുത്തകപ്പാട്ട ഭൂമിയിൽ ഏലകൃഷി അല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. അപ്പൊ കുത്തകപ്പാട്ടം ഏത് ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നുവോ ആ ആവശ്യമല്ലാതെ അതിനപ്പുറത്ത് അത് കൈമാറ്റം ചെയ്യാനോ പിന്നെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താനോ കഴിയില്ല എന്നാണ്. അത്തരം ഭൂമിക്ക് പട്ടയം കൊടുക്കുക എന്ന് പറയുന്നത് മറ്റൊരു നയപരമായി തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അങ്ങനൊരു പട്ടയം കൊടുക്കൽ നടപടികളിലേക്ക് പോകാൻ കഴിയൂ. അതുകൊണ്ട് അടുത്ത തവണ പട്ടയം കൊടുക്കുമ്പോൾ ഇവർക്ക് പട്ടയം കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ മൂന്നാർ ടൗണിലെ കച്ചവടക്കാർക്ക് പട്ടയം എന്നാവശ്യമുണ്ട്. അത് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നതാണ്. ടാറ്റയിൽ നിന്നും അതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുകയും ആ ഭൂമി കച്ചവടക്കാർക്ക്, ആ താമസക്കാർക്ക് പട്ടയം കൊടുക്കുകയും ചെയ്യണം എന്ന തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുണ്ട്. കുത്തകപ്പാട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം പാട്ടം പുതുക്കി കൊടുക്കണം എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. പട്ടയം കൊടുക്കണം എന്ന നിലപാട് മുന്നണി ഇതുവരെ എടുത്തിട്ടില്ല, CPI എടുത്തിട്ടില്ല. അത് നിയമപരമായി പരിശോധിച്ചിട്ട് ന്യായമാണെങ്കിൽ അപ്പോൾ ആ കാര്യം പരിഗണിക്കാം എന്നതിനപ്പുറം അവർക്കെല്ലാവരും പട്ടയം കൊടുത്തു കളയാം എന്ന് പറയാൻ കഴിയില്ല. റൈറ്റ്, ഞാൻ മടങ്ങിയെത്താം. CR നിലകണ്ഠൻ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് ശ്രീറാം വെങ്കിട്ടരാമനെ അല്ലെങ്കിൽ കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നുള്ളത് ചെറിയ പണിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കയ്യേറ്റം നടന്നിട്ടുള്ളത് എന്നും നമുക്കറിയാം. പക്ഷേ CPI മന്ത്രിക്ക് അങ്ങനെയല്ല അഭിപ്രായമെങ്കിലും. അപ്പോൾ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ കാര്യത്തിൽ ഇത്രയും അധികം രാഷ്ട്രീയ പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ രാഷ്ട്രീയ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടും ശ്രീറാം വെങ്കിട്ടരാമൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിയമപരമായി ശരിയാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തി തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം? അതിന്റെ പ്രത്യാഘാതം അത് നൽകുന്ന സന്ദേശം തന്നെയാണ്. ശ്രീരാമൻ പറഞ്ഞതുപോലെ ഇതിന്റെ പ്രധാന പ്രശ്നം എന്തെങ്കിലും സന്ദേശമാണ്. ഇപ്പോ നികേഷ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. രാഷ്ട്രീയ നേതാക്കൾ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പോലും അത് നടപ്പാക്കാൻ ശേഷിയുള്ള ഒട്ടേറെ പഠനങ്ങൾ നടത്തി അതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തി അതില് ആഴ്ന്നിറങ്ങിയ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് വരൂ എന്ന് നാം കണ്ടു. ഈ ഗവൺമെന്റ് തന്നെ വന്നിട്ടിപ്പോ 15 മാസം കഴിഞ്ഞു. എപ്പോഴാണ് അവിടെ വ്യക്തമായും ഇതിന് നടപടിക്രമം തുടങ്ങിയത്? ശ്രീറാം വെങ്കിട്ടരാമൻ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വിശദമായി കാര്യങ്ങൾ പഠിച്ച് അതിന്റെ ഫയലുകൾ നോക്കി ഒരുപാട് സമയമെടുക്കും. കാരണം ഒരുപാട് പഴക്കമുള്ള കാര്യങ്ങളുണ്ട്, കോടതി വിധികളുണ്ട്, ഇടപെടലുകളുണ്ട്, ഈ പറഞ്ഞതുപോലെ കുത്തകപ്പാട്ടത്തിന്റെ വ്യവസ്ഥകളുണ്ട്, കുത്തകപ്പാട്ടത്തിന്റെ കാലാവധിയുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ കഴിഞ്ഞ ഇതിന് മുമ്പുള്ള സർവകക്ഷി യോഗം, ഈ പ്രവർത്തന സർവകക്ഷി യോഗമല്ലേ ഞാൻ പറയുന്നത്, അതിന് മുമ്പ് നടന്ന സർവകക്ഷി യോഗത്തിൽ 154 കയ്യേറ്റങ്ങൾ വ്യക്തമായി കാണിച്ചുകൊണ്ട് എഴുതി കൊടുത്തു. ആ 154-ൽ ഏതൊക്കെ ഒഴിപ്പിക്കണം? നേരത്തെ പറഞ്ഞു, ശരിയാണ്, 3 സെന്റ് 5 സെന്റ് 10 സെന്റുമുള്ള ആളുകൾ, വീട് വെച്ച ആളുകൾ, കട നടത്തുന്ന ആളുകൾ, ഇവരൊന്നും തൊടേണ്ടതില്ല. അവർക്കൊക്കെ കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കുകയോ കഴിയുമെങ്കിൽ സർക്കാർ ഭൂമിയെ ഏറ്റെടുത്ത് അവർക്ക് പട്ടയം കൊടുക്കുകയും ചെയ്യണം. ആരും അതിനെതിരല്ല. പക്ഷെ സംഭവിക്കുന്നത് എന്താ? 2200-ഓളം റിസോർട്ടുകൾ ഇവിടെയുണ്ട്. ദേവികുളം താലൂക്കിലും ഉടുമ്പൻചോല താലൂക്കിലുമായി ഈ റിസോർട്ടുകൾ 90% കയ്യേറ്റ ഭൂമിയെ ഈ പറഞ്ഞതുപോലെ തട്ടിപ്പ് രേഖകൾ വെച്ചുണ്ടാക്കിയതാണ്. അത് ഓരോന്നോരോന്നായി കണ്ടെത്തണമെങ്കിൽ അവഗാഹമായ പഠനം ആവശ്യമാണ്, ഗവേഷണം പോലെ ഉള്ള പ്രവർത്തനം ആവശ്യമാണ്. അതാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ചെയ്തത്. അത് ചെയ്ത ആളെ, അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് കേസ് ജയിച്ചു കിട്ടിയത്. അതുപോലെ ഒരാളോട് ഇരുന്നാൽ ഇനിയും ഇതുപോലെ ആളുകളുടെ നേരെ വരും എന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്കറിയാലോ, ഇപ്പോഴല്ലോ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ ആയുധം വരുന്നത്. അദ്ദേഹം അവിടെ ചാർജ് എടുത്ത് അദ്ദേഹത്തിന് നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, അദ്ദേഹം ഇത് മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് വന്നപ്പോൾ എന്തൊക്കെ ചെയ്തു? 1 മാസം നീണ്ടുവന്ന സമരം, പിന്നെ MM മണിയെ പോലുള്ള ആളുകൾ ഊളം പാറക്ക് അയക്കണമെന്ന്
എന്തായാലും മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഊളംപാറ ചില എംപ്ലോയ്മെന്റ് ഡയറക്ടറായിട്ട് അയച്ചു. അക്കാര്യം ഞാൻ മുഖ്യമന്ത്രി അഭിനന്ദിക്കുന്നു. മറ്റൊന്ന്, അവിടുത്തെ അദ്ദേഹത്തിനെതിരെ വന്നു CPM മാത്രമല്ല. ശബ്ദത്തിൽ എന്തോ തകരാറുണ്ട് ശ്രീ സി ആർ നീലാണ്ടൻ. എനിക്കറിയാം താങ്കൾ യാത്രയിലാണ് എന്ന്. കുറച്ചുകൂടി ഫോണിൽ സംസാരിക്കാൻ കഴിയുന്ന പ്രദേശത്തേക്ക് എത്താൻ ശ്രമിക്കുക. ശ്രീ AK മണി, ആ നിലയിൽ ഈ റിസോർട്ട് ഉടമകൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമാറ്റമായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടില്ല, അത് തീർച്ചയായില്ല. കാരണം അദ്ദേഹം സർവീസിലിരിക്കുന്ന കാലഘട്ടത്തിൽ മൂന്നാറിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന കാര്യങ്ങൾ പോലും അങ്ങാരെ അംഗീകരിക്കാതെയോ അദ്ദേഹം എടുത്ത നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയതിന്റെ ഒരു അവാർഡാണ് ഈ ട്രാൻസ്ഫറായിട്ട് ഞാൻ കാണുന്നത്. അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഈ ട്രാൻസ്ഫറായിട്ട് കാണുന്നത്. പനിഷ്മെന്റ് ട്രാൻസ്ഫറായിട്ട് ഞാൻ കാണുന്നില്ല. അതിനെപ്പറ്റി പ്രതികരിക്കാൻ നമ്മൾ തയ്യാറില്ല. സർക്കാർ ജീവനക്കാരൻ ഒരു കസാരയിൽ എന്ന് ഇരിക്കണം എന്ന നിലപാട് യോജിക്കുന്നതല്ല. ദയവായി തുടരുക. ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാറ, അങ്ങനെ തന്നെയാണോ DCCയുടെയും അഭിപ്രായം? തീർച്ചയായിട്ടും DCCയുടെ അഭിപ്രായം വളരെ വ്യക്തമായി, പാർട്ടിയുടെ അഭിപ്രായം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അതേ സംബന്ധിച്ച് വേറെ അഭിപ്രായ കാര്യങ്ങളൊന്നുമില്ല. വളരെ വ്യക്തമാണ് ഞങ്ങളുടെ നിലപാട്. ഇബ്രാഹിം കുട്ടി കല്ലാറ, മുഖ്യമന്ത്രി പറയുന്നു സർക്കാരിനെ അറിയിക്കാതെ കുരിശു പൊളിക്കൽ പോലുള്ള നടപടിക്കായി പോകുന്നവർ വേറെ പണി നോക്കേണ്ടി വരും എന്ന്. ശ്രീറാമിനെ ഊളംപാറക്ക് അയക്കണമെന്ന് MM മണി. സബ് കളക്ടറെ സംരക്ഷിക്കുന്ന മന്ത്രിക്ക് ഭ്രാന്താണ് എന്ന് S രാജേന്ദ്രൻ. AK മണിയെ പോലുള്ളവർ പറയുന്നു അവിടെ രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് പോലെ അല്ല ഈ സബ് കളക്ടർ പണിയെടുക്കുന്നത്, സർവകക്ഷി യോഗ തീരുമാനങ്ങളല്ല ഈ സബ് കളക്ടർ നടപ്പിലാക്കുന്നത് എന്നാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയൂ ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, പറഞ്ഞോളൂ താങ്കളുടെ മറുപടി. താങ്കളുടെ വളരെ സുവ്യക്തമാണ്. ഞങ്ങളുടെ നിലപാട് വളരെ സുവ്യക്തമാണ്. കയ്യേറ്റക്കാരുടെ ഇടയിൽ കോൺഗ്രസിന്റെ ആളുകൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഗവൺമെന്റാണ് മലക്കം മറിഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ നിലപാടുകൾ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഒരു സംശയവും ഇല്ല. ഇതിപ്പോ CPM നേതൃത്വത്തിന്റെ ചില കേന്ദ്രങ്ങൾ വിവക്ഷിക്കുന്നത് ഇത് കർഷകർക്ക് അനുകൂലമായിട്ടുള്ള സമീപനമാണെന്നാണ്. ഇപ്പോൾ കുത്തവപ്പാട്ട ഭൂമിയുടെ ഉൾപ്പെടെയുള്ള കാർഷിക വിഷയങ്ങളുണ്ട്. ആ വിഷയത്തെ ഞങ്ങൾ തമസ്കരിച്ച് കാണുന്നില്ല. ആ വിഷയത്തിലൊക്കെ ഉൾപ്പെടെ കർഷക താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി ഈ ഗവൺമെന്റിന് കഴിയില്ല. കാരണം ഒന്നേകാൽ വർഷക്കാലം ഭരണം ലഭിച്ചപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടികൾക്കും തുടക്കമിടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഇതിന്റെ പാപഭാരം മുഴുവൻ. അതായത് ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ ഒന്ന് ചുരുക്കി പറയുക. അതായത് ഈ സർക്കാർ റിസോർട്ട് മാഫിയക്ക് വേണ്ടിയിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത്. നേരത്തെ KPCC വൈസ് പ്രസിഡന്റായ, ഒരുപക്ഷെ താങ്കൾ DCC പ്രസിഡന്റാണ് എങ്കിൽ KPCC വൈസ് പ്രസിഡന്റ് എന്നുള്ളത് നിങ്ങളുടെ ഒരു സ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ ഒന്നാണ്. AK മണി പറയുന്നതല്ല അതിന്റെ വാസ്തവം. ഇല്ല, അതിപ്പോ വേർതിരിച്ചു പറഞ്ഞ് അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യത്തിലേക്ക് പാർട്ടി നിലപാട് KPCC പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പാർട്ടി നിലപാട്. ആ പാർട്ടി നിലപാടിനകത്തൊരു വ്യത്യാസവും ഇല്ല. വൈസ് പ്രസിഡന്റായ താങ്കൾക്കുണ്ടാകുന്നത് മണി, ഹലോ, KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ച നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം വൈസ് പ്രസിഡന്റായ താങ്കൾക്ക് എന്തുകൊണ്ടാണ്? KPCCയുടെ നേതൃത്വം പറയുന്ന കാര്യത്തിൽ ഒരു കാലത്ത് ഞാൻ എതിരായി നിൽക്കത്തില്ല. പാർട്ടി പറയുന്നത് ഏറ്റുകൊണ്ട് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങളോട്, തൊഴിലാളികളോട്, പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിന്റെ പിന്നിൽ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളെന്ന നിലയിൽ കയ്യേറ്റക്കാരെ എന്നും ഒരു കാലത്ത് ഞങ്ങൾ സഹകരിച്ചിട്ടില്ല. അല്ല, ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും MM ഹസനും പറഞ്ഞത് ഈ സബ് കളക്ടറെ മാറ്റിയ നടപടി ദുരുപദിഷ്ടമാണ് എന്നാണ്. അവിടെ റിസോർട്ട് മാഫിയക്ക് വേണ്ടിയിട്ടാണ് ഈ തീരുമാനമെന്നാണ്. ഞങ്ങള് ഇപ്പം KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ പറഞ്ഞ കാര്യത്തിനോട് പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിന്റെ ആവശ്യമില്ല. പക്ഷെ താങ്കൾക്ക് വ്യത്യസ്തമായ സമീപനമാണ്.
ശ്രീ എ കെ മണി ഒന്ന് കേൾക്കൂ. താങ്കൾ പറയുന്നു പാർട്ടി തീരുമാനം അനുസരിച്ച് എളിയ പ്രവർത്തകനായ താങ്കൾ എപ്പോഴും മുന്നോട്ട് പോകാറുള്ളൂ എന്ന്. പക്ഷേ എളിയ പ്രവർത്തകനായ താങ്കൾ ഈ KPCC പ്രസിഡന്റ് പറയുന്ന സമീപനമല്ല ഇപ്പോൾ ഈ ചർച്ചയിലെങ്കിലും പങ്കുവെക്കുന്നത്. KPCC പ്രസിഡന്റ് പറയുന്നതിന് എതിരായിട്ട് നമ്മൾ പോയിട്ടില്ലല്ലോ. അവിടെ കയ്യേറ്റക്കാരെ നമ്മൾ സഹായിക്കില്ല. ആ കയ്യേറ്റക്കാരുടെ എതിർക്കം തന്നെ ചെയ്യുന്നു. കയ്യേറ്റ ഭൂമികളെല്ലാം കയ്യേറ്റക്കാരെ ഇറക്കാൻ വേണ്ടിയാണ് ഈ സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ ഇക്കഴിഞ്ഞ 4 വർഷമായി തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് DCCയുടെ അഭിപ്രായം, ഇബ്രാഹിം കുട്ടി കല്ലാറിന്റെ അഭിപ്രായം, MMSന്റെ അഭിപ്രായം, രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം. അല്ല, നമ്മുടെ ഇതെല്ലാം മൂന്നാറിനെ പറ്റി ഞാൻ നന്നായിട്ട് അറിയുന്ന നിലയിൽ ഇന്നത്തെ ഈ പിന്നെ ജോർജിനെ സംഭവിച്ചോളും കാലങ്ങളായിട്ട് 10-15 വർഷമായിട്ട് അങ്ങാരുടെ കയ്യിലുള്ള ഭൂമിയാണ്. ആ ഭൂമി അതിന്റെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അനുവാദം തരണം എന്ന് കോടതിയോട് അവകാശപ്പെട്ടു. ആ കോടതി എന്ത് പറഞ്ഞു? അവിടുത്തെ സബ് കളക്ടർ തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞതാ. സബ് കളക്ടർ എടുക്കുന്നതിന്റെ കുടിശ്ശിക അല്ല ടാക്സ് അടയ്ക്കണോ അല്ലെങ്കിൽ എന്താ ഇറഗുലറിറ്റി ചെയ്യണോ എന്നുള്ളത് തീരുമാനം എടുത്തതിന് പകരം അത് കയ്യേറ്റ ഭൂമിയാണ്, അത് സർക്കാരിന് വിട്ടുതരണോ 48 മണിക്കൂറിനുള്ളിൽ എന്ന് പറയുമ്പോഴാണ് അത് നീതിയാണോ നീതികേടാണോ എന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ശ്രീ KK ശിവരാമൻ, ഇതായി നോക്കൂ, പുതിയ തീരുമാനം അനുസരിച്ച് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും ഈ പറയുന്ന 113 കുത്തകപ്പാട്ട ഭൂമിയിൽ പെട്ടതാണ് VV ജോർജിൻ്റെയും ഭൂമി എന്നിരിക്കെ ഒരിടത്ത് ശരിയാണ്, ഈ നോട്ടീസ് വന്നു, അക്കാര്യത്തിൽ VV ജോർജ് കോടതിയിൽ പോയി, കോടതിയുടെ തീരുമാനമുണ്ടായി. 112 എണ്ണത്തിൻ്റെ കാര്യത്തിലും ഇനി ഉണ്ടാകാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തർക്കമൊന്നുമില്ലല്ലോ. അവിടെയുള്ള എല്ലാ പ്രാദേശിക കക്ഷികളും ഒരേപോലെയാണ് ഇക്കാര്യത്തിൽ നിലകൊള്ളുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ ജോർജിന്റെ ഭൂമി വില കൊടുത്ത് വാങ്ങിയതാണെന്ന് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ശ്രീ എ കെ മണി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പരസ്പര വിരുദ്ധ നിലപാടാണ്. ജോർജിന്റെ ഭൂമി കയ്യേറ്റ ഭൂമിയാണ്. കുത്തകപ്പാട്ടക്കാരൻ തോമസ് മൈക്കിൾ മണർകാടാണ്. അദ്ദേഹം ശ്രീറാം വെങ്കിട്ടരാമൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒഴിഞ്ഞ ഭൂമിയാണിത്, എനിക്കിതിന് അവകാശമില്ല, ഞാൻ ആർക്കും ഇത് കൈമാറ്റം ചെയ്തിട്ടില്ല എന്ന്. അതല്ലേ നമ്മൾ കണ്ടത്. അപ്പൊ പിന്നെ അങ്ങനെ കുത്തകപ്പാട്ട ഭൂമി ഒന്ന് ജോർജിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 112 കുത്തകപ്പാട്ടക്കാരെ ഇളക്കി വിടുന്ന, അവരിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ആസൂത്രിതമായ ജോലിയാണ് അവിടെ ചെയ്തത്. ശ്രീ എ കെ മണി വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത്. കുത്തകപ്പാട്ടക്കാരെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലിത്. ഇത് കയ്യേറ്റക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ കയ്യേറ്റം ഒഴിപ്പിക്കുക ഗവൺമെന്റിന്റെ നടപടിയാണ്. അതാണ് സബ് കളക്ടർ അവിടെ സ്വീകരിച്ചത്. അപ്പൊ ജോർജ് തന്നെയാണ് വീണ്ടും കോടതിയിൽ പോയത്. കോടതി ഇപ്പോൾ സബ് കളക്ടർ നടപടി ശരിവെച്ച് ഒഴിപ്പിക്കാവുന്നതാണ്. എന്തിനാണ് കുത്തകപ്പാട്ടക്കാരുടെ പേര് പറഞ്ഞ് ഈ നടപടി എതിർക്കുന്നത്? അത് ശരിയല്ല. അതിന് മറുപടി യാതൊരു തരത്തിലും ജോർജ് ഈ ചർച്ചയിൽ തുടരുന്നുണ്ടോ? ശ്രീ ജോർജ്, താങ്കൾ ഇത് കേൾക്കുന്നുണ്ടോ? ഹലോ, ജോർജ് ആണോ ഇത് സംസാരിക്കുന്നത്? ശ്രീ VV ജോർജ് ആണോ ഇത് സംസാരിക്കുന്നത്? ഇപ്പോ ശ്രീ KK ശിവരാമൻ പറഞ്ഞത് കേട്ടല്ലോ താങ്കൾ? തീർച്ചയായിട്ടും ഈ 112 കേസുകളും കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. നാളെ ഒരു സുപ്രഭാതത്തിൽ കൈമാറ്റം ചെയ്ത ആള് പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വാങ്ങിയ ആൾ എന്ത് ചെയ്യും? ഈ നിങ്ങൾ ഒഴിപ്പിച്ചോളൂ. ഈ 113 കേസുകൾ കൈമാറ്റം ചെയ്യപ്പെടാത്ത കുത്തകപ്പാട്ടം നിലനിർത്തിയിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടതല്ല ഒഴിപ്പിക്കൂ ഒന്നിച്ച്. ഇത് പാലാ സ്വദേശി മൈക്കിൾ ഒഴിഞ്ഞ ഭൂമിയാണ്. അപ്പോ അദ്ദേഹം എനിക്ക് എഴുതി തന്നുകൊണ്ടാണല്ലോ എനിക്ക് ലൈസൻസ് കിട്ടിയത്. അദ്ദേഹം താങ്കൾക്ക് ഒഴിഞ്ഞു തന്നതാണ്. അദ്ദേഹം ഒഴിഞ്ഞു പോയ ശ്രീ KK ശിവരാമൻ പറയൂ, അതിന്റെ മറുപടി പറയൂ. അല്ല, അദ്ദേഹം ഒഴിഞ്ഞു പോയതായതുകൊണ്ടാണ് ഇദ്ദേഹം കയ്യേറ്റക്കാരണം ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പോലെയാണ് പരാതി കൊടുത്ത് RDOയ്ക്ക് പട്ടയ ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുക്കുന്നത് തോമസ് മണർകാടിന്റെ പേരിലാണ്. നിങ്ങൾ സ്വീകരിച്ച നടപടികളെല്ലാം ഈ മണർകാടിന്റെ പേരിലാണ്. നിങ്ങൾക്ക് കുത്തകപ്പാട്ടം കൈമാറി കിട്ടിയതാണെങ്കിൽ അതിന്റെ രേഖയുണ്ടെങ്കിൽ എന്തിനാണ് ആദ്യത്തെ കുത്തകപ്പാട്ടക്കാരന്റെ പേരിൽ കോടതിയിൽ പോകുന്നത്? എന്തിനാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ആ പേരിൽ ഹർജി കൊടുക്കുന്നത്? നിങ്ങൾ കൈമാറി കിട്ടിയതാണ് നിങ്ങളുടെ പേരിൽ ചെയ്യേണ്ടത്. ഇനി ജോർജ് മറുപടി ഒരു കുത്തകപ്പാട്ടവും ആദ്യം കൊടുത്തവർക്കല്ല പിന്നീട് ആർക്കും കൈമാറ്റം കൊടുത്തിട്ടില്ല. ഇത് കാലങ്ങളായിട്ട് മാറി മാറി മറ്റുള്ള ഓരോ ഉടമസ്ഥന്മാർ ഉപയോഗിക്കുകയാണ്. ഒരു കുത്തകപ്പാട്ടം പോലും സർക്കാർ വേറൊരാൾക്ക് പുതുക്കി കൊടുത്തിട്ടില്ല. 2000-ന് ശേഷം ഒരു കരവും സ്വീകരിച്ചിട്ടില്ല. എല്ലാ കുത്തകപ്പാട്ടങ്ങളും ഒരേ സ്റ്റാറ്റസിലാണ്, ഒരേ
സാങ്കേതികമായി പറഞ്ഞ ഒരേ നിലവാരത്തിലാണ്. പലരും അതിനകത്ത് പല പല കെട്ടിടങ്ങൾ വെച്ചു കമ്പനി കൊടുത്ത കുത്തകപ്പാട്ടത്തിൽ ബഹുനില കെട്ടിടങ്ങളുണ്ട്. അപ്പൊ അവരോട് പറയുകയാണ് നിങ്ങളിത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവരോട് പറഞ്ഞു നിങ്ങൾ ഒഴിവാകാൻ പറഞ്ഞിട്ടുണ്ടോ? എന്റെ സമാനമായ കേസുകളാണ് 1000-ലധികം കേസുകൾ മൂന്നാറിലുള്ളത്. കമ്പനി കൊടുത്തതും സർക്കാർ കൊടുത്തതും. ഒരുത്തനും ഒരു സുപ്രഭാതത്തിൽ കൊടുത്തിട്ട് പറയുക ഞാൻ കൊടുത്തിട്ടില്ല എന്ന് രേഖ കൊടുത്തു കഴിഞ്ഞാൽ മേടിച്ചവൻ എന്ത് ചെയ്യും? നിങ്ങൾ പറയൂ. സാമാന്യ നീതി മേടിച്ചവന് വേണ്ടേ? ശ്രീ ശിവരാമൻ, അല്ല, കമ്പനി കുത്തകപ്പാട്ടത്തിന് കൊടുത്താലും ആ കുത്തകപ്പാട്ട ഭൂമി മറിച്ച് കൊടുക്കാനുള്ള അവകാശം പാട്ടുടമയ്ക്കില്ല. പക്ഷെ കമ്പനിയുടെ കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടുണ്ട്. മൂന്നാർ ടൗണിലെ കച്ചവടക്കാർ, മൂന്നാർ ടൗണിൽ താമസക്കാർ അവരുടെ കൈവച്ച ഭൂമിക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അത് കമ്പനിയിൽ നിന്നും കുത്തകപ്പാട്ട ഭൂമി അത്രയും പെട്ടെന്ന് സർക്കാർ ഏറ്റെടുക്കും. 2010 കരട് നിയമം കൊണ്ടുവന്നു, പക്ഷെ പാസാക്കി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആ കരട് നിയമം വീണ്ടും കൊണ്ടുവരാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിന്നും ഈ മൂന്നാറിനെ മോചിപ്പിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയമാണ്. ആ നയം നടപ്പായി കഴിയുമ്പോൾ ശ്രീ ജോർജ് ഇപ്പോൾ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരമാകും. രണ്ടാമത്തെ കാര്യം, ഞാനും ഒരു സാധാരണക്കാരൻ, എനിക്കും വേണ്ട നീതി. ശ്രീ ശിവരാമൻ അവിടെയാണ് വിഷയം. ഈ സർക്കാരിന്റെ നയം മനസ്സിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ പറയുന്നു. അങ്ങനെ ഒരു ബാധ്യത പക്ഷേ പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ല. നിങ്ങളുടെ മന്ത്രിസഭാ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു. നിങ്ങളുടെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പുറത്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ വായിച്ചു തരികയും ഒക്കെ ചെയ്തു. ഇതെന്തുകൊണ്ടാണ്? ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. ഞാനിപ്പോ അത്തരം കാഴ്ചകളിലേക്ക് ഇപ്പോൾ കടക്കുന്നത് ഭംഗിയല്ല. ഈ ശ്രീറാം വെങ്കിട്ടരാമന്റെ സ്ഥലം മാറ്റത്തെ കുറിച്ച് CPIയുടെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാറ്റി പറ്റും, ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ പറ്റത്തില്ല നിലപാട് ആർക്കും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ മാറ്റിയ നടപടി ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. മന്ത്രി എന്ത് വിശദീകരിച്ചാലും അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ചേരുന്നു ചർച്ചയിൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, KK ശിവരാം എന്ന CPIയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു അത് ശരിയായ തീരുമാനമല്ല എന്ന്. പക്ഷേ ഞാൻ നേരത്തെ ചർച്ചയിൽ തന്നെ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ പ്രിപ്പയർഡ് ആയിട്ടുള്ള മറുപടിയാണ് റവന്യൂ മന്ത്രി നൽകിയത്. ഞാൻ വേറൊരു കാര്യം പറയാം. പണ്ട് PS ശ്രീനിവാസൻ റവന്യൂ മന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ലാ കളക്ടറായിട്ട് V ബാലകൃഷ്ണനെ നിയമിക്കാൻ തീരുമാനിച്ചു. V ബാലകൃഷ്ണൻ IAS. PS തന്നെ പറഞ്ഞിട്ടുള്ള ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കേരള ശബ്ദത്തിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകളിലും ഉണ്ട്. കേരള ശബ്ദത്തിൻ്റെ പഴയ ലക്കങ്ങളൊക്കെ കാണാം. അതിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഈ ബാലകൃഷ്ണനെ നിയമിക്കാൻ തീരുമാനിച്ച കാര്യം മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞപ്പോൾ T ശിവദാസ മേനോൻ പറഞ്ഞു അത് ആ ബാലകൃഷ്ണപിള്ളയുടെ മകളുടെ ഭർത്താവാണ്, അയാളെ നിയമിക്കാൻ പറ്റില്ല. അപ്പോൾ PS പറഞ്ഞു മകളുടെ ഭർത്താവ് വീട്ടിലാണ്, ഇവിടെ ഞാൻ നിയമിക്കാൻ പോകുന്നത് ബാലകൃഷ്ണൻ IASനെയാണ്. അപ്പോൾ ശിവദാസ മേനോൻ്റെ സംശയം മാറി. നായനാർ പറഞ്ഞു ഓനെ തന്നെ വച്ചോളൂ. ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ PS ശ്രീനിവാസൻ മരിച്ചുപോയി എന്നാണ്. കാര്യം മനസ്സിലായല്ലോ. PS ശ്രീനിവാസനായിരുന്നു കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയെങ്കിൽ, അല്ലെങ്കിൽ TB തോമസിനെ പോലെ ഒരാളായിരുന്നെങ്കിൽ ഇതുപോലെ ക്ഷമാപണവുമായിട്ട് നമ്മുടെ മുമ്പിൽ വരില്ല. ഇവിടെ വളരെ ലളിതമായി ചോദിച്ചാൽ കാനം രാജേന്ദ്രനെ മന്ത്രിയുടെ മുഴുവൻ പ്രസ്താവന കണ്ടിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം പറയേണ്ടതില്ല. ഈ തീരുമാനം ഭരണപരമാണ്. സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി മാറ്റുന്നതിനെക്കുറിച്ചോ മാറ്റാതിരിക്കുന്നതിനെ പറ്റിയോ അഭിപ്രായം പറയുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ ഭരണപരമായ നടപടിയാണ്. പാർട്ടി സെക്രട്ടറി പറയാനിടയില്ല. പറഞ്ഞു എന്ന് നിങ്ങൾ എന്നെ കൊണ്ട് പറയിക്കാൻ ചോദിക്കേണ്ട. ഏതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി ഇരുന്നിട്ടുണ്ട് എങ്കിൽ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ഇരിക്കാവൂ എന്ന് ശാഠ്യം പിടിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? പാർട്ടി ഒന്നുമല്ല ഇത് തീരുമാനിക്കേണ്ടത് എന്നാണ്. പാർട്ടി സെക്രട്ടറി ഇനി അടുത്ത മിനിറ്റിൽ അഭിപ്രായം പറയുന്നത് പോലും വെട്ടിയിരിക്കുന്നു റവന്യൂ മന്ത്രി. അല്ല, എനിക്കതിനെ പറ്റിയൊന്നും പറയാനില്ല. നമ്മൾ പഠിച്ച കമ്മ്യൂണിസ്റ്റ് ഇതൊന്നുമല്ല. മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും പാർട്ടിയുടെ തീരുമാനം പാർട്ടി സെക്രട്ടറിയാണ് പറയുക, അല്ലാതെ റവന്യൂ മന്ത്രി അല്ല പറയുക. പാർട്ടി സെക്രട്ടറി എന്ത് പറയുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ ഇത് തികച്ചും നിർഭാഗ്യകരമാണ്. ശ്രീ ശിവരാമേട്ടൻ ഇവിടെ പറഞ്ഞ പോലെ എന്നാൽ പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പറയാൻ വരുന്നില്ലേ 4 കൊല്ലം പൂർത്തീകരിച്ച് എല്ലാവരെയും മാറ്റാൻ പോകുന്നു. ശ്രീറാം വെങ്കട്ടരാമൻ 4 കൊല്ലം പൂർത്തീകരിച്ചു, അദ്ദേഹത്തെ മാറ്റുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ പ്രശ്നം തീർന്നല്ലോ. വെറുതെ മനുഷ്യൻ ചിരിക്കണമെന്നില്ല. എന്നെപ്പോലെ അല്ലെങ്കിൽ KK ശിവരാമനെ പോലെ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷ ആളുകളെ പറഞ്ഞു പറ്റിക്കേണ്ട വല്ല ആവശ്യം. ഇവിടെ ശിവരാമൻ ഞാൻ പറഞ്ഞ ശ്രീറാം വെങ്കട്ടരാമൻ എന്നല്ല, ഏത് ഉദ്യോഗസ്ഥനെയും സർക്കാരിന് സ്ഥലം മാറ്റാം. അതിന് സർക്കാരിന് അധികാരമുണ്ട്.
മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ട്. IAS ഇന്ന ഒരു പോസ്റ്റിലേക്ക് മാത്രമായിട്ടല്ല നിയമിക്കുന്നത്. ദേവികുളം സബ് കളക്ടറായിട്ടോ അല്ലെങ്കിൽ ഇടുക്കി കളക്ടറായിട്ടോ ലാൻഡ് റവന്യൂ കമ്മീഷണറായിട്ടോ ഒരാളെയും എക്കാലത്തേക്ക് നിയമിക്കാൻ പറ്റുകയില്ല. അത് മാറ്റേണ്ടതുമാണ്. ഒരാൾ ആ സ്ഥാനത്ത് തന്നെ ഇരുന്നാൽ അഴിമതിക്കാരനായി മാറാനുള്ള സാധ്യത പോലും ഞാൻ പറഞ്ഞ ശ്രീരാമിൻ്റെ കാര്യത്തിൽ ഏത് ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിലും സാധ്യതയുണ്ട്. പക്ഷേ അതിനൊക്കെ ചില തത്വദീക്ഷയുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിയാൽ അത് തീർച്ചയായിട്ടും തെറ്റായ സന്ദേശം നൽകും. ഏതുപോലെ ജേക്കബ് തോമസിനെ വിജിലൻസ് ADGP ആയിരുന്ന കാലത്ത് അദ്ദേഹത്തെ രമേശ് ചെന്നിത്തല ഇതേ കാരണം പറഞ്ഞാണ് ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. അദ്ദേഹത്തെ DGP ആക്കണം. DGP ആക്കുമ്പോൾ അത് KM മാണിയുടെ കേസ് മുറുകി മാണിയുടെ കഴുത്തിൽ കയറി വീഴുന്ന സമയത്താണ്. മാണിയെ സംരക്ഷിക്കാൻ വേണ്ടി അവസാനത്തെ ഒരു ശ്രമമായിരുന്നു. ജേക്കബ് തോമസാണ് അതിൻ്റെ അകത്തൊരു തടസ്സം. പിന്നൊരാൾ വിൻസെൻ്റ് പോളായിരുന്നു. വിൻസെൻ്റ് പോളിനെ ചില മെത്രാന്മാരെ കൊണ്ട് സ്വാധീനിച്ചു. മെത്രാന്മാർ വന്നപ്പോൾ വിൻസെൻ്റ് പോൾ കുരിശ് വരച്ച് കീഴടങ്ങി. ജേക്കബ് തോമസ് കീഴടങ്ങില്ല. മെത്രാന്മാരല്ല, മാർപ്പാപ്പ നേരിട്ട് വന്നാലും കീഴടങ്ങില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് ഫയർ ആൻഡ് റെസ്ക്യൂവിൽ നിയമിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂവിലേക്ക് പോയത് അങ്ങനെയാണ്. DGP ഫയർ ആൻഡ് റെസ്ക്യൂ ആയിട്ട് വെച്ചു. വിജിലൻസ് ഇതേ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. തുടരുക ദയവായി. രാജു എബ്രഹാം 3 സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ താങ്കളുടെ മുന്നിൽ വെക്കുകയാണ്. മുഖ്യമന്ത്രി പറയുന്നു, സർക്കാരിനെ അറിയിക്കാതെ കുരിശു പൊളിക്കൽ പോലുള്ള നടപടികളുമായി പോകുന്നവർ വേറെ പണി നോക്കേണ്ടി വരും. ശ്രീറാമിനെ ഊളംപാറയ്ക്ക് വിടണം. MM മണി. സബ് കളക്ടറെ സംരക്ഷിക്കുന്ന മന്ത്രിക്ക് ഭ്രാന്താണ് എന്ന് S രാജേന്ദ്രൻ. അതിന്റെ തുടർച്ചയല്ലേ ഇപ്പോഴത്തെ നടപടി? ഒരിക്കലുമല്ല. ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളിപ്പോ ചർച്ച ഇപ്പൊ നടത്തി കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്ക് കാലാകാലങ്ങളിൽ ലഭിക്കേണ്ട പ്രൊമോഷൻ, ആ പ്രൊമോഷൻ മാത്രം അതിന് സമയമായപ്പോൾ ആ പ്രൊമോഷൻ നൽകി. കാരണം അദ്ദേഹത്തെ ഡിപ്രൊമോട്ട് ചെയ്യല്ല ചെയ്തത്. അദ്ദേഹത്തെ ഇതിനു മുമ്പ് വേണമെങ്കിൽ സ്ഥലം മാറ്റാമായിരുന്നു. ആ കുരിശു പൊളിച്ച സംഭവം വന്നപ്പോൾ തന്നെ വേണമെങ്കിൽ സ്ഥലം മാറ്റാമായിരുന്നു. മാറ്റിയില്ലല്ലോ. അല്ല, അങ്ങനെ മാറ്റുന്നതിനെതിരെ വലിയ പ്രതിഷേധം CPI ഉയർത്തിയിരുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ ശ്രീ കാനം രാജേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്ത് വായിച്ചത്. സർക്കാർ നയം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് എന്ന്. ഈ ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റാൻ കഴിയില്ല എന്ന് കണിശമായ നിലപാട് CPI എടുത്തിരുന്നു. കേരളത്തിലെ പൊതുസമൂഹം ഈ ശ്രീറാം വെങ്കിട്ടരാമനെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഓരോ ഘട്ടത്തിലും എടുത്തത്. കാരണം നമ്മൾ അതിൻ്റെ റിഫ്ലക്ഷനായി മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത നമ്മളങ്ങനെ നോക്കുക. അതാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. ആ പൊതുസമൂഹം എടുത്ത CPI എടുത്ത ആ നയം തന്നെയാണ് ഗവൺമെന്റും ശ്രീറാം വെങ്കിട്ടരാമന്റെ കാര്യത്തിൽ സ്വീകരിച്ചത്. അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ സ്ഥലം മാറ്റിയില്ല. അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ഇവിടെ ഇപ്പം അതിന്റെ പ്രൊമോഷന്റെ സമയമാകുമ്പോൾ പ്രൊമോഷൻ കൊടുക്കണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, ഏത് ഉദ്യോഗസ്ഥനും പ്രൊമോഷൻ കിട്ടേണ്ട ആ ഡേറ്റിൽ പ്രൊമോട്ട് ചെയ്യും. ശ്രീ രാജു എബ്രഹാം, താങ്കൾക്ക് അത് തന്നെയായിരിക്കും വാദം എന്നും എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. അതെന്താണ്? ഞാനത് മുഴുവൻ പറയുന്നില്ല. പക്ഷേ MM മണി, AK മണി, S രാജേന്ദ്രൻ തുടങ്ങിയ മൂന്നാറിലെ ഒരു വിഭാഗം നേതാക്കൾ, അതിനകത്ത് CA കുര്യൻ അടക്കമുണ്ട്, ഒരു വിഭാഗം നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നു. കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാകുന്നില്ല എന്ന്. അതിനെ തുടർന്നൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രി യോഗം വിളിക്കാൻ പറയുന്നു, റവന്യൂ മന്ത്രി അത് കൂട്ടാക്കുന്നില്ല. അപ്പോൾ റവന്യൂ സെക്രട്ടറിയെ കൊണ്ട് യോഗം വിളിപ്പിക്കുന്നു, അതിൽ റവന്യൂ മന്ത്രി പങ്കെടുക്കുന്നില്ല. അങ്ങനെ ഒരു ഭരണഘടനാ പ്രശ്നം തന്നെ സംസ്ഥാനത്തുണ്ടാകുന്നു. ആ യോഗത്തിൽ റവന്യൂ മന്ത്രി പങ്കെടുത്തില്ല എങ്കിലും എടുത്ത തീരുമാനങ്ങൾ നോക്കൂ. 1, നിയമ തടസ്സമില്ലാത്ത കുത്തകപ്പാട്ട ഭൂമിയിൽ കരം സ്വീകരിക്കാം. 2, KDH വില്ലേജിൽ സർക്കാരും ടാറ്റയും കുത്തകപ്പാട്ടം കൊടുത്ത 113 പേരിൽ അർഹതയുള്ളവർക്ക് പട്ടയം നൽകാം. ടാറ്റയ്ക്ക് പാട്ടത്തിന് നൽകിയ ഭൂമിയിൽ സർക്കാരിന് നികുതി കെട്ടാൻ നിയമപരമായ പ്രശ്നമുണ്ട് എന്ന് അറിയിച്ചപ്പോൾ അത് നിയമപരമായ പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ കോടതിയിലില്ലാത്ത ഭൂമിയിൽ കരം കെട്ടാനുള്ള അനുമതി നൽകാമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്. റവന്യൂ മന്ത്രിയെ പുറത്തു നിർത്തിക്കൊണ്ട് ഇനിയിപ്പോൾ അതിനൊക്കെ ഒരു തടസ്സമായി നിൽക്കാൻ പോകുന്നത് ആരാണ്? ഈ പറയുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ. ആ ശ്രീറാം വെങ്കിട്ടരാമനെ അങ്ങോട്ട് നീക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുക? ഈ പറയുന്ന KDH വില്ലേജിലെ 113 പേരുടെ കുത്തകപ്പാട്ടത്തിന് പട്ടയം നൽകാൻ പോകുന്നു. നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ താങ്കൾ പറഞ്ഞ 5490 പട്ടയമുണ്ടല്ലോ, അടുത്ത ഘട്ടം പട്ടയത്തിന് ഇടുക്കി ജില്ലയിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഈ കുത്തകപ്പാട്ടത്തിന് പട്ടയം കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ KDH വില്ലേജിൽ ഇതുവരെ അനധികൃതമായി നിന്നിരുന്ന വലിയ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾ, അത് 10ഉം 20ഉം സെൻറ്റും ആയിരിക്കും, പട്ടയം കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. നേരത്തെ ഒരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്, 10ഉം ചില്ലറയൊക്കെ ആണെങ്കിൽ വിട്ടുകളഞ്ഞേക്കാൻ.
ഇത് മുഴുവൻ ഇനി അനധികൃതം എന്നുള്ളത് പോയി വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് മാധ്യമങ്ങൾ അങ്ങോട്ട് പോകുന്നതെങ്കിൽ ഇനി പോകണ്ട. കാരണം അതിനെല്ലാം പട്ടയം കൊടുക്കാൻ പോകുന്നൊരു അങ്ങനെ ഒരു കൂട്ടുകക്ഷി പ്രശ്നമാണ് ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത്. ഒരു കൂട്ട് കച്ചവടമാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തെറ്റാണ്. കാരണം അവിടെ 20,000 പേർക്ക് പട്ടയം കൊടുക്കാൻ കേന്ദ്ര അനുമതിയുണ്ട്. 5,000 പേർക്ക് പട്ടയം കൊടുക്കാൻ പത്തനംതിട്ട ജില്ലയിലും അനുമതിയുണ്ട്. ആ 20,000 പേരുടെ ആദ്യ ഘട്ടമാണ് 5,400 ചില്ലുവാൻ ആളുകൾക്ക് പട്ടയം കൊടുത്തത്. ബാക്കിയുള്ളവർക്ക് പട്ടയം കൊടുക്കണം. കഴിഞ്ഞ സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അവിടെ കയ്യേറ്റക്കാർക്ക് കൊടുക്കില്ല, അവിടെ കുടിയേറ്റക്കാർക്ക് നൽകും. ഇത് നയമാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ വന്നത്. അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്ക് ഇതിൽ നിന്ന് മാറാൻ കഴിയില്ല. മാറിയാൽ അവർ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടും. ഇവിടെ ശ്രീറാം വെങ്കിട്ടരാമൻ ഇതൊരു ഗവൺമെന്റിന് മുമ്പിൽ ഒരു വലിയ പ്രതീകമൊന്നുമല്ല. കാരണം അദ്ദേഹത്തെ പോലെ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല ഇവിടെ നമ്മൾ കാണേണ്ടത്. ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. അവിടെ കയ്യേറ്റക്കാരെ അനുകൂലിക്കുന്ന പ്രശ്നമില്ല. അവരെ കർശനമായിട്ട് അവർക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരെ കുടിയൊഴിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു. ആരാണ് ഈ കയ്യേറ്റക്കാര്, ആരാണ് ഈ കുടിയേറ്റക്കാര് എന്ന് ആരാണ് വ്യവച്ഛേദിച്ച് പറയാൻ പോകുന്നത്? ശ്രീ രാജു എബ്രഹാം, അവിടെ എം എം മണി എന്ന മന്ത്രിയോട് ചോദിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്ന എം എം മണി പാപ്പാത്തിച്ചോലയിൽ ഭൂമി കയ്യേറിയ ടോം സക്കറിയെ പോലും അദ്ദേഹത്തിന്റെ പേര് വിളിക്കാതെ അദ്ദേഹത്തെ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ടാണ് പരാമർശിക്കുന്നത്. 50 കൊല്ലമായി ഈ കുരിശ് വെച്ചിട്ടെന്ന് പറഞ്ഞ് ഏത് തലേന്റെ തല അടിച്ച് കുഴിച്ചിട്ട് കുരിശാണ്. ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന സമീപനം എന്താണ് എന്ന് ഈ ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുന്നവർ, ഇവിടുത്തെ MLA ആയിരിക്കുന്നവർ പറയുന്നത് താങ്കൾ ശ്രദ്ധിക്കുന്നില്ലേ? 1/1/77 മുമ്പ് ഉള്ള സ്ഥലം ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി പട്ടയം നൽകാം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ്. ആ നയം നമ്മൾ ഇവിടെ നടപ്പാക്കി. 1/1/77 കേട്ട് മടുത്തു. അത് ഈ ഒരു കച്ചവടത്തിൽ CA കുര്യനുണ്ട്. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ES ബിജിമോളും ഇത് ഇടുക്കിയുടെ വികാരമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ പറയുന്ന AK മണി, MM മണി, S രാജേന്ദ്രൻ, KK ജയചന്ദ്രൻ കൂട്ടത്തിൽപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതൃത്വം ആകെ തന്നെയും തീരുമാനിക്കാൻ പോവുകയാണ് ഇത് മുറിച്ച് വിൽക്കാം എന്ന്. ഇത് വേറൊരു രീതിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്ന പോലെയല്ല, ഹൈറേഞ്ച് രാഷ്ട്രീയം വേറൊരു രീതിയിലാണ്. അവിടെ ഈ കഞ്ചാവ് കച്ചവടം, കള്ളവാറ്റ്, ഭൂമി കയ്യേറ്റം, ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന വലിയൊരു ലോബിയുണ്ട്. ഏറെക്കുറെ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ, ഞാൻ പറയുന്നു എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാണ്. എല്ലാ പാർട്ടികളിലും എൻ്റെ അറിവിലും അനുഭവത്തിലും പരിചയത്തിലും ഇടുക്കിയിൽ കഞ്ചാവ് കൃഷിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു നേതാവേ ഉണ്ടായിട്ടുള്ളൂ. അത് സുലൈമാൻ റാവുത്തരാണ്. ഞാൻ പറഞ്ഞ ശിവരാമേട്ടനെ പോലെ തൊടുപുഴക്കാരായ നേതാക്കന്മാരുടെ കാര്യമല്ല. ഹൈറേഞ്ച് ആ ഭാഗത്ത് അവിടെ ശിവരാമൻ ലോറേഞ്ചാണ്, അതാ പറഞ്ഞത്, തൊടുപുഴയാണ്. മറ്റേ ഭാഗത്ത് എല്ലാ നേതാക്കന്മാരും ഒന്നല്ലെങ്കിൽ വേറൊരാൾ. പിന്നെ മണിയുടെയൊക്കെ ഒരു സൗകര്യം വെച്ചാൽ പുള്ളി 30 കൊല്ലം മറ്റേ ഇടുക്കിയിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നല്ലോ. അപ്പോൾ ആ പവർ എത്ര ഭയങ്കരമായിരിക്കും നമുക്ക് ഊഹിക്കാം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം മന്ത്രിയായ ദിവസം അവിടെ തുറന്നടിച്ച് പറഞ്ഞല്ലോ. മണി എന്നെ ഒരുപാട് ആക്ഷേപിച്ച് പറഞ്ഞു. എനിക്ക് മണിയൊന്നും പേടിക്കേണ്ട ഒരാവശ്യമില്ല, ഞാൻ സ്വന്തം ഇതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്, മനസ്സിലായില്ലേ? MM മണിയുടെ ഒന്നും ഒരു ചിലവും എനിക്കില്ല, എനിക്ക് അയാളൊന്നും പേടിക്കേണ്ട ആവശ്യവുമില്ല. MM മണി മന്ത്രിയായ ദിവസം ഞാൻ പറഞ്ഞില്ലേ, MM മണി ആരെയാണ് പ്രതികരിക്കുന്നത്? ഇടുക്കിയിലെ സാധാരണക്കാരെയല്ല, കഞ്ചാവ് കച്ചവടക്കാരെ, കള്ളവാറ്റുകാരെ, കയ്യേറ്റക്കാർ, ഇവരെ പ്രതികരിക്കുന്ന ആളാണ്. മാഫിയ ഭരണമാണ് ഹൈറേഞ്ചിൽ. അവിടെ ഈ പാവപ്പെട്ട തമിഴന്മാർ കൊളുത്ത് തുള്ളുന്ന ആളുകൾ, അവരെ മുൻനിർത്തിക്കൊണ്ട് വലിയ ഭൂമി കയ്യേറുക, എന്നിട്ട് കുരിശ് സ്ഥാപിക്കുക, തട്ടിപ്പറിക്കുക, പിടിച്ചു പറിക്കുക, അതിനൊക്കെ ഓശാന പാടുന്ന ഒരു സർക്കാർ. ഉമ്മൻചാണ്ടി അത് പരോക്ഷമായിട്ട് ഭംഗം തരുന്ന ആളുകൾക്ക് വെറുപ്പിക്കാത്ത രീതിയിൽ നടത്തി. അച്യുതാനന്ദൻ അതിനെതിരായിട്ട് ശക്തമായ നിലപാടെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ചിറക് വെട്ടി. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, ഇതിന് മറുപടി പറയൂ. അങ്ങനെ ഒരു രാഷ്ട്രീയമാണ് ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ പ്രതിരോധിക്കേണ്ട ചുമതല മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനാണ്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാവരും ആശങ്കപ്പെടുന്നു. ഈ നീക്കം നിങ്ങളുടെ പാർട്ടിയിൽ പോലും ഏകീകൃതമായ ഒരു അഭിപ്രായം ഉണ്ടാക്കിയല്ല പോകുന്നത് എന്നതുകൊണ്ട് തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് നിങ്ങൾക്കൊന്നും കടക്കാൻ കഴിയില്ല. അല്ലെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയതിൽ എന്ത് പ്രത്യക്ഷ സമരം? അഡ്വക്കേറ്റ് ജയശങ്കർ എൻ്റെ അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് ഇക്കാര്യത്തിൽ വിയോജിക്കുകയാണ്.
ഇതിനെ സാമാന്യവൽക്കരിച്ച് കാണരുത്. ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട പതിറ്റാണ്ടുകളായി പണിയെടുത്ത് കർഷക ജീവിതം നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ദുരിതങ്ങളും മാത്രം ഇന്ന് വരെ താണ്ടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം വലിയ കുടിയേറ്റ കൃഷിക്കാരുണ്ട്. ആ കൃഷിക്കാരൻ്റെ ജീവിതം രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് പാല് കറന്ന് ആരംഭിക്കുന്ന അവൻ്റെ ജീവിതം വൈകുന്നേരം അത്യധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് വൈകുന്നേരം വീട്ടിൽ വന്ന് കിടക്കുന്ന എന്നും നിത്യേന ആരംഭിക്കുന്ന ആ ജീവിതം മുമ്പോട്ട് നീങ്ങുക. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളോട് പറയാറുണ്ട്, മാധ്യമ ശ്രദ്ധ കൂടുതൽ ഉണ്ടാവേണ്ട ഒരു വിഷയമാണിത്. ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ മലയോര കൃഷിക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് വരെ സുഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും താണ്ടിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു വലിയ നമ്മളെ ഇടുക്കിയിലെ കർഷകന്റെ കാര്യമല്ല ഈ പറയുന്നത്. ആ കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിൽക്കൂ. അവർക്ക് പട്ടയം എത്ര കണ്ട് പെൻഡിംഗ് ഉണ്ടോ ആ പെൻഡിംഗ് മുഴുവൻ തീർത്തു കൊടുക്കണം എന്നൊരു അഭിപ്രായം തന്നെയായിരിക്കും അഡ്വക്കേറ്റ് ജയശങ്കറിന് ഉണ്ടാവുക, പൊതുസമൂഹത്തിന് ആകെ ഉണ്ടാവുക. ഇവിടെ വിഷയം അതല്ല. മൂന്നാറിലെ KDH വില്ലേജിൽ കയറിയ എല്ലാ റിസോർട്ട് ഭൂമികളെയും നിയമപരമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ സബ് കളക്ടറെ മാറ്റിയ നടപടി എന്നുള്ളതാണ് ചോദ്യവും ഉത്തരവും വേണ്ടത്. തീർച്ചയായിട്ടും ഇതൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ് പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. വിനിയോഗം സംബന്ധിച്ച ഒരു നിയമം ഇല്ല, അതിലേക്കല്ല. ഞാനിപ്പോൾ രാജു എബ്രഹാമിന്റെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു, 5500 പട്ടയം കൊടുത്തു എന്നുള്ളത്. മുഖ്യമന്ത്രി കട്ടപ്പനയിൽ വന്ന് കൊടുത്ത പട്ടയം എന്ന് പറയുന്നത് 2200 ശിഷ്ടം പട്ടയങ്ങൾ മാത്രമാണ് കൊടുക്കാൻ പറ്റിയത്. UDF ഗവൺമെന്റ് 43,000 പട്ടയങ്ങൾ ജില്ലയിൽ വിതരണം ചെയ്തു. അപ്പോൾ കർഷകന്റെ താല്പര്യമാണ് നിങ്ങൾ മുൻനിർത്തി പറയുന്നതെങ്കിൽ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഒന്നും കൃഷിക്കാർക്ക് വേണ്ടി കഴിഞ്ഞ 1.25 വർഷക്കാലമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ കയ്യേറ്റ ഒഴിപ്പിക്കൽ നടപടിയുമായി ശക്തിയുക്തം മുമ്പോട്ട് നീങ്ങുമെന്ന് പറഞ്ഞ ഗവൺമെന്റ് ആ കയ്യേറ്റ ഒഴിപ്പിക്കൽ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് JCB പത്തി താഴ്ത്തുന്നത് പോലെ ഇപ്പോൾ ശ്രീറാം വെങ്കിട്ടറാമിനെ മാറ്റി പൂർണ്ണമായി അതിന് ചരമക്കുറിപ്പ് എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീ രാജു എബ്രഹാം, നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ രാജു എബ്രഹാമിലേക്ക് വരാം. ശ്രീ KK ശിവരാമൻ, ഈ ഒരു പ്രത്യേക സാഹചര്യം റവന്യൂ വകുപ്പിനാണ് ചീത്തപ്പേര്. അതിൻ്റെ ചീത്തപ്പേര് CPIക്ക് തന്നെയായിരിക്കും രാഷ്ട്രീയമായി ഉണ്ടാവുക. ഈ പറയുന്ന അതിക്രമങ്ങളെല്ലാം സംഭവിക്കുകയാണെങ്കിൽ അതിന് അധ്യക്ഷം വഹിച്ച മന്ത്രി എന്ന് E ചന്ദ്രശേഖരനെ വിലയിരുത്തും, അതിന് അധ്യക്ഷം വഹിച്ച പാർട്ടി എന്ന് CPI വിലയിരുത്തും. അവിടെ പട്ടയത്തിന് അവകാശമുള്ള ആളുകൾക്ക് മാത്രമേ പട്ടയം കൊടുക്കുകയുള്ളൂ. ഒരു കയ്യേറ്റക്കാരനും ഈ മുഖ്യമന്ത്രി യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കയ്യേറ്റക്കാരൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഒരു കയ്യേറ്റക്കാരനും പട്ടയം കൊടുക്കാൻ പോകുന്നില്ല. ഒന്നും ഇടപെടുകയാണ് ശ്രീ KK ശ്രീരാമൻ. ഈ KDH വില്ലേജിലെ സർക്കാരും ടാറ്റയും കുത്തകപ്പാട്ടം കൊടുത്തു എന്ന് പറയുന്ന ഈ പറയുന്ന റിസോർട്ട് ഉടമകളെല്ലാം തന്നെ കയ്യേറ്റക്കാരല്ലേ? അതിൽ ആരെയാണ് നിങ്ങൾക്ക് വേർതിരിച്ച് കാണാൻ കഴിയുക? ഇനി അഥവാ അതിനകത്ത് കയ്യേറ്റക്കാരല്ല, അതിന് നിയമപരമായി തന്നെ അവർക്ക് അവകാശം ലഭിച്ചതാണെങ്കിൽ തന്നെ ഇതിനെ വേർതിരിച്ച് നൽകാൻ പോകുന്നത് ആരാണ്? ഈ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയൊക്കെ ആരാണ് വരാൻ പോകുന്നതെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ ശ്രീ KK ശിവരാമൻ താങ്കൾക്ക്? അല്ല നികേഷ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, മൂന്നാർ ടൗണിലെ കച്ചവടക്കാർ, മൂന്നാർ ടൗണിൽ താമസിക്കുന്നവർ, ടാറ്റയ്ക്ക് കരമടച്ചു പിടിപ്പിക്കുന്നവർ, അവരുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ ഗവൺമെന്റ് നേരത്തെ തീരുമാനിച്ചതാണ്. മൂന്നാർ ടാറ്റയുടെ കൈവശത്തിൽ നിന്നും ആ ഭൂമി അത്രയും ഭൂമി ഏറ്റെടുക്കുകയും ആ ഭൂമിയിൽ താമസിക്കുന്ന 2 സെന്റുകാര്, 1.5 സെന്റുകാര്, 3 സെന്റുകാര്. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അവിടെയുള്ള റിസോർട്ടുകാരെയാണ്. റിസോർട്ടുകാരെ അങ്ങ് അടച്ചു പറയുകയല്ല, അവർക്കൊന്നും പട്ടയം കൊടുക്കണ്ട എന്ന് പറയുകയോ അല്ലെങ്കിൽ അവരവിടെ കച്ചവടം നടത്തണ്ട എന്ന് പറയുകയോ അല്ല. പക്ഷേ ഇതാരാണ് വ്യവച്ഛേദിച്ച് കയ്യേറ്റക്കാരാരാണ്, കുടിയേറ്റക്കാരാരാണ്, യഥാർത്ഥത്തിൽ ബിസിനസ് ചെയ്യുന്നവരാരാണ്, ഈ പറയുന്ന ബിസിനസ്സിലൂടെ കൊള്ളലാഭം ഉണ്ടാക്കുന്നവരാരാണെന്ന് വ്യവച്ഛേദിച്ച് അറിയാൻ പോകുന്ന, അങ്ങനെ അറിയുന്ന ഈ പ്രാദേശിക നേതൃത്വമാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഇതായി ഇപ്പോൾ സബ് കളക്ടറെ മാറ്റിയിട്ടുള്ളത്. അവർ സമാനമായ സ്വഭാവമേ തുടരൂ. ഇല്ല, പറയൂ സാർ, പറഞ്ഞോളൂ, ബാക്കി പറയൂ. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയവർ നൽകിയ നിവേദനത്തിലെ കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല എന്ന കാര്യം തെളിഞ്ഞു കഴിഞ്ഞു. ഇന്നലത്തെ കോടതി വിധിയോടുകൂടി ആ കാര്യം 101% വ്യക്തമായ കാര്യമാണ്. അല്ല, അങ്ങനെ നിവേദക സംഘത്തിൽ പോയവരിൽ നിങ്ങളുടെ CA കുര്യനുണ്ട്. കേൾക്കൂ, അങ്ങനെ നിവേദക സംഘത്തിൽ പോയവരിൽ നിങ്ങളുടെ CA കുര്യനുണ്ട്. 1. 2, ഇടുക്കി ജില്ലയിലെ LDF കമ്മിറ്റി തന്നെയാണ് രണ്ടാമത്തെ നിവേദനം പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ CA കുര്യൻ ഉൾപ്പെട്ട നിവേദനത്തെക്കാൾ അല്പം കൂടി കടന്നിട്ടാണ് രണ്ടാമത്തെ LDF ജില്ലാ കമ്മിറ്റിയുടെ നിവേദനം.
ആ നടപടി തെറ്റാണെന്ന് തീരുമാനിച്ചു. കുര്യച്ചനടക്കം ഒപ്പിട്ടവരെല്ലാം അത് അംഗീകരിച്ചു. ഇത് കോൺഗ്രസ് പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. തുടർന്ന് പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ചർച്ചയിൽ തീരുമാനിച്ചു. ആ തീരുമാനം അന്ന് ആ നിവേദനത്തിൽ ഒപ്പിട്ടവരെല്ലാം അംഗീകരിച്ചു. അവർക്ക് തെറ്റുപറ്റി. അതുകൊണ്ട് CA കുര്യൻ ഒപ്പിട്ടു എന്ന കാരണം പറഞ്ഞ് ഇപ്പോ ആ കുര്യനെതിരെ തിരികെ നൽകാൻ അർത്ഥമൊന്നുമില്ല. ഇതൊക്കെ ആരെ കണ്ണുപൊട്ടിക്കാനാണ്? CA കുര്യൻ അവിടെ പോയി ഒപ്പിടുക, എന്നിട്ട് നിങ്ങളുടെ എക്സിക്യൂട്ടീവിൽ വന്ന് പറയുക അത് ഞാൻ ഡെപ്യൂട്ടി കളക്ടറെ മാറ്റണം എന്നൊരു ആവശ്യമൊന്നും ഉന്നയിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ് നടപടിയിൽ നിന്ന് ഒഴിവാവുക. ഇതാ വേറൊരാളിരിക്കുന്നു, ഇബ്രാഹിം കുട്ടി കല്ലാറ്. അദ്ദേഹത്തിനും KPCCക്കും ഒരേ അഭിപ്രായം, പക്ഷേ KPCC വൈസ് പ്രസിഡന്റ് വേറെ അഭിപ്രായം. ഓരോ അച്ചടക്ക നടപടി ഉണ്ടാവില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ. ശ്രീ രാജു എബ്രഹാം, ശ്രീ രാജു എബ്രഹാം, ഇത് ജനങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ? നോക്കൂ, VS അച്യുതാനന്ദൻ കാലത്ത് VS അച്യുതാനന്ദൻ മന്ത്രിസഭ നഷ്ടപ്പെട്ടത് ചുരുക്കം ചില സീറ്റുകളിലാണെന്ന് അറിയാമല്ലോ, ഒരു തുടർഭരണം ഒഴിവായത്. ആ കാലഘട്ടത്തിൽ പാർട്ടിയും VS അച്യുതാനന്ദനും തമ്മിലുള്ള തർക്കം തുടങ്ങിയത് മൂന്നാർ വിഷയത്തിലാണ്. അതോടുകൂടി മുഖ്യമന്ത്രി പറയുന്നത് പാർട്ടി കേൾക്കാതായി, പാർട്ടി പറയുന്നത് മുഖ്യമന്ത്രി കേൾക്കാതായി. അതേ നിലയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഈ പറയുന്ന CPI മറുപക്ഷത്ത് നിർത്തുന്നു, VS അച്യുതാനന്ദനെ മറുപക്ഷത്ത് നിർത്തുന്നു, സ്വന്തം തീരുമാനമെടുക്കുന്നു. ശരിയായിരിക്കും, കുറച്ച് കച്ചവടക്കാരെ സഹായിക്കാൻ കഴിയുമായിരിക്കും, അങ്ങനെ പാർട്ടി ഖജനാവിൽ കുറച്ച് പണം വരുമായിരിക്കും, പക്ഷെ ജനങ്ങളെതിരാവും. ഇതിനകത്ത് ഉള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, VSന്റെ സമയത്ത് അവിടെ കയ്യേറ്റം ഉണ്ടായിട്ടില്ല. പിണറായി വിജയന്റെ ഒരു വർഷം ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ അവിടെ കയ്യേറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 5 വർഷം ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ ആ 5 വർഷം അവിടെ ഗംഭീരമായ കയ്യേറ്റങ്ങൾ നടന്നു. അപ്പം കയ്യേറ്റക്കാരാരാണ് എന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുണ്ട്. ഒരു സംശയവുമില്ല ശ്രീ രാജു എബ്രഹാം, ഞാൻ അക്കാര്യത്തിൽ പൂർണ്ണമായും താങ്കളോട് യോജിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഒരു കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചയും ഞങ്ങളെപ്പോലുള്ളവർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് അങ്ങനെ ഒഴിപ്പിക്കാനുള്ളൊരു തുടക്കം കുറിക്കാൻ പോലും ആ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞു വന്നവർ അത് ശരിയാക്കുന്നില്ലല്ലോ എന്ന് മാത്രമാണ് അപേക്ഷ അല്ലെങ്കിൽ പരാതി. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താ? അവിടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവര് വർഷങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താ? അത് അവിടുത്തെ ജനങ്ങളുടെ മുദ്രാവാക്യമാണ്. അവർക്ക് പട്ടയം കൊടുക്കണം. അതായത് അവർ കയ്യേറ്റം കൊടുക്കണമെന്ന് പറയുന്നില്ല. ജോയിന്റ് വെരിഫിക്കേഷനിൽ നിയമപരമായി ആരൊക്കെയാണോ പട്ടയത്തിന് അർഹർ അവർക്ക് കൊടുത്താൽ മതി. അതേ ഈ ഗവൺമെന്റ് സ്റ്റാൻഡുള്ളൂ, LDF സ്റ്റാൻഡുള്ളൂ, ഗവൺമെന്റ് സ്റ്റാൻഡുള്ളൂ. ആ സ്റ്റാൻഡിലേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അതായത് കഴിഞ്ഞ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ LDFനെ ജയിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ഈ പറയുന്ന താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഇടുക്കി സമൂഹം ഉണ്ടല്ലോ, അത് LDFനെ കൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അത് തുടരേണ്ടി വരും. അല്ല, ഇവിടെ ഞാൻ പറയുന്ന പ്രശ്നം അതല്ല. ഈ എന്തുകൊണ്ടാണ് ആളുകൾ ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ച് ഈ സർക്കാരിനെ വിജയിപ്പിച്ചത്? അത് രാജു എബ്രഹാം പറഞ്ഞ പോലെ കയ്യേറ്റം നടന്നുകൊണ്ട് മാത്രമല്ല, ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ സർക്കാർ സ്വീകരിച്ച നടപടി, പ്രത്യേകിച്ച് ഏറ്റവും അവസാനത്തെ മെത്രാൻകായൽ പോലെ, കടമക്കുടി പോലെയുള്ള നടപടികൾ, അതിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ വലിയ രോഷം, ഏറ്റവും അവസാനത്തെ കടുംവെട്ട്, നമ്മൾ സ്ലോട്ടർ ടാപ്പിംഗ് എന്ന് പറയും, അതിലാണ് തെറ്റിയത്. അതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചു വരാവുന്ന ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് കണക്കാക്കണ്ട. മൊത്തത്തിലുള്ള ട്രെൻഡ് വെച്ച് അദ്ദേഹം ഒരുപക്ഷെ തിരിച്ചു വരുമായിരുന്നു. പക്ഷേ തകർത്തത്, അദ്ദേഹത്തിൻ്റെ ശവക്കുഴി തോണ്ടിയത് ഈ നടപടികളാണ്. ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റ് തീരുമാനം, ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റ് തീരുമാനം, അതിനെ തുടർന്ന് VM സുധീരൻ എടുത്ത ശക്തമായ സ്റ്റാൻഡാണ്. ഈ സർക്കാർ ആ വഴിക്കാണ് പോകുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ രവിപിള്ളയ്ക്ക് കോവളം കൊട്ടാരം തീരെഴുതി കൊടുക്കുന്നു. യൂസഫ് അലിയുടെ അടുത്ത് നിന്ന് ഒരു സ്ഥലം മേടിച്ച് വേറെ സ്ഥലം കൊടുക്കുന്നു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മൂന്നാറിൽ ശക്തമായ നടപടിയെടുത്ത കുരിശ് കയ്യേറ്റം, കുരിശ് കൃഷിക്ക് സബ്സിഡി കൊടുക്കുന്നു. അതുകൂടാതെ സബ് കളക്ടർ സ്ഥലം മാറ്റുന്നു. സബ് കളക്ടറെ മാറ്റുകയില്ല എന്ന് പറഞ്ഞാൽ റവന്യൂ മന്ത്രി തന്നെ സബ് കളക്ടറെ മാറ്റിയത് ഭരണപരമായ നടപടിയാണെന്ന് പറഞ്ഞാൽ ആളുകളെ പുച്ഛിക്കുന്നു. ഇതൊക്കെ മനുഷ്യ പരിഹസിക്കുന്നതിന് തുല്യമാണ്. സഖാവ് ചന്ദ്രശേഖരൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ CPIക്കാർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. KK ശിവരാമനെ പോലുള്ള ആളുകൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ചർച്ച ചുരുക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ ഇബ്രാഹിം കുട്ടി കല്ലാറ്, CR നീലകണ്ഠൻ, KK ശിവരാമൻ, AK മണി, VV ജോർജ്, രാജു എബ്രഹാം, നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് 8 ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.